പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ CPM വിമതരും UDFും ഒരുമിച്ച് മത്സരത്തിനിറങ്ങും. വിമത നേതാവ് M സതീഷ് നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മയും UDFും തെരഞ്ഞെടുപ്പ് ധാരണയിലെത്തി. 19 വാർഡുകളുള്ള കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ UDF 12 സീറ്റിലും CPM വിമതർ 7 സീറ്റിലും മത്സരിക്കാനാണ് ധാരണ. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി സഖ്യമായി UDF കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ മത്സരിക്കുന്നതിനാണ് ഇപ്പോൾ ഞങ്ങൾ ഉൾപ്പെടെ തീരുമാനിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ മതേതര വെല്ലുവിളിക്കെതിരായ യോജിച്ച പോരാട്ടം കൈക്കൊള്ളുന്നതിനാണ് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തകരും UDFിന്റെ ഭാഗമായി അത് ഇന്ത്യ മുന്നണി സഖ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഇവിടെ കള്ളപ്രചരണങ്ങൾ നടത്തി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ഹീനമായ ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ഉൾപ്പെടെ ഞങ്ങളുടെ നേതാക്കന്മാരെ ഉൾപ്പെടെ ഏറ്റവും തരംതാണ രീതിയിലുള്ള കള്ളപ്രചരണങ്ങളാണ് ദൈനംദിനം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിലല്ല ഞങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ചതിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രമേയത്തിലൂന്നി ഇന്ത്യ മുന്നണി സഖ്യമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന തീരുമാനത്തിലേക്ക് കൊഴിഞ്ഞാമ്പാറയിൽ പാർട്ടികൾ എത്തിയിരിക്കുന്നത്? എന്താണ് നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്? CPMന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു കൊഴിഞ്ഞാമ്പാറ എന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗീയ പ്രശ്നമാണ് ഇതിലേക്കെല്ലാം തന്നെ നയിച്ചത്. ഇപ്പോൾ സംസാരിച്ച M സതീഷ് CPMന്റെ ചിറ്റൂർ ഏരിയ കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. കഴിഞ്ഞ ഈ പാർട്ടി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷിന്റെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് ജനാധിപത്യ മുന്നണി എന്നൊരു കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു. ഈ കൂട്ടായ്മയും UDFും ഒരുമിച്ച് മത്സരിക്കാനാണ് തീരുമാനം. അങ്ങനെ LDFനെ പൂർണ്ണമായി ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് UDFും ഈ ജനാധിപത്യ മാർക്സിസ്റ്റ് മുന്നണിയും ഒരുമിച്ച് മത്സരിക്കുന്നത്. 19 വാർഡിൽ 12 സീറ്റിൽ UDFും 7 സീറ്റിൽ വിമതരും മത്സരിക്കാനാണ് ധാരണയായിട്ടുള്ളത്. പക്ഷേ അവിടെയുള്ള 1-ാം വാർഡ് മുസ്ലിം ലീഗിന് സാധ്യതയുള്ള വാർഡാണ്. അവിടെ വിമതർക്ക് നൽകാൻ പറ്റില്ല എന്നൊരു നിലപാടാണ് നിലവിൽ മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിറ്റൂർ നഗരസഭ ഒഴികെയുള്ള ബാക്കി ചിറ്റൂർ ഈ താലൂക്കിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും, കോൺഗ്രസിനെതിരെ മത്സരിക്കും എന്നൊരു നിലപാട് ലീഗ് എടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ DCC നേതൃത്വവും മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വവും ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അതിലൊരു ധാരണയിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഒരുപക്ഷെ ഈ 1-ാം വാർഡ് മാറ്റി മറ്റൊരു കോൺഗ്രസിന്റെ ഒരു വാർഡിലേക്ക് വിമതർക്ക് മത്സരിക്കാൻ നൽകുക എന്നുള്ള ഒരു ഫോർമുലയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ വിമതരുടെ നീക്കം ഒരു വെല്ലുവിളിയാകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്.